നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്ര നാളും ഇട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കണ്ടൻ്റാണ്. ഞാൻ ഇതേവരെ ഇക്കാര്യത്തെ പറ്റി ഒറ്റ വീഡിയോയിലും പരാമർശിച്ചിട്ടില്ല. ഞാൻ ഭക്തി ഇഷ്ടപ്പെടുന്ന, തമാശകൾ ഇഷ്ടപ്പെടുന്ന, പൂജകളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്നതിലുപരി കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം കൈകാര്യം ചെയ്യുന്ന ആൾ കൂടിയാണ്. റെയ്ക്കി കേട്ടിട്ടുണ്ടോ? അതിനെക്കുറിച്ച് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാം. REIKI, റെയ്ക്കി. ഒരു ജാപ്പനീസ് വേർഡാണത്. ഒരു ജാപ്പനീസ് ചികിത്സാ രീതി. അതിലേക്ക് ഞാൻ എത്താനുണ്ടായ സാഹചര്യം, ചെറുപ്പത്തിൽ സിനിമകളൊക്കെ ധാരാളം കാണുന്നതാണ്. എല്ലാ സിനിമയും ഇഷ്ടം. ഈ ഭക്തി സിനിമകൾ കാണുമ്പോൾ, ഭക്തി സീരിയലുകൾ കാണുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഭഗവാനും യേശുക്രിസ്തുവിനും ഒക്കെ ഉണ്ടായിട്ടുള്ള ആ അത്ഭുത സിദ്ധി നമ്മൾ സാധാരണ മനുഷ്യർക്കും കൂടി കിട്ടിയിരുന്നെങ്കിൽ ആൾക്കാരുടെ അസുഖം മാറ്റാം, മരിക്കാൻ പോകുന്നവരെ രക്ഷപ്പെടുത്താം, ഇങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു സിദ്ധി ലോകത്തുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. പത്രത്തിൽ പരസ്യം കാണാറുണ്ട്, മരുന്നില്ലാത്ത ചികിത്സ, റെയ്ക്കി, ഒരു ചെറിയ കുളത്തിൽ. അങ്ങനെ ഇരിക്കെ 2000 ഞാൻ തൃശ്ശൂരിൽ ഞങ്ങൾ എത്തിയതിന് ശേഷം, താമസമാക്കിയതിന് ശേഷം പത്രത്തിൽ ഇങ്ങനെ പരസ്യം കണ്ടപ്പോൾ നോക്കിയപ്പോൾ മണ്ണുത്തിയിലാണ് ഇതിൻ്റെ ഒരു സ്ഥാപനം ഉള്ളത്. അപ്പം ഞങ്ങൾ താമസിക്കുന്ന മണ്ണുത്തിക്കും 1 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഒല്ലൂക്കര. അപ്പോൾ ആ നമ്പറിലേക്ക് വിളിച്ചു ചോദിച്ചു. ആ ആഴ്ചയിൽ തന്നെ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്, അതിൻ്റെ പിറ്റേ ദിവസം ഇതിൻ്റെ അറ്റ്യൂൺമെൻറ്റ് ക്ലാസ്. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് താല്പര്യമുണ്ട്, എന്താണെന്ന് പോയി നോക്കാം. അങ്ങനെ പോയി അറ്റൻഡ് ചെയ്തു. ആ ഒരു അനുഭവം കിട്ടി. റെയ്ക്കി എന്ന ആ പ്രപഞ്ച ജീവശക്തിയുടെ, ആ പ്രപഞ്ച ഊർജത്തിൻ്റെ, യൂണിവേഴ്സുമായിട്ടുള്ള ഒരു കണക്ഷൻ കിട്ടി. ഇത് പറഞ്ഞാൽ ഇതിനെപ്പറ്റി ഒന്നും അറിയാത്തവർ വിശ്വസിക്കില്ല. അനുഭവിച്ച് തന്നെ അറിയണം കൂട്ടുകാരെ. ഇതൊരു മഹാസംഭവമാണ്. പക്ഷേ എന്നെപ്പോലെ ചാടിക്കയറി ഓടിച്ചെന്ന് അറ്റ്യൂൺമെൻ്റ് എടുക്കാതെ നല്ല പ്രിപ്പറേഷനും വേണം ഇതിന്. മാനസികമായിട്ട് നല്ല തയ്യാറെടുപ്പ് വേണം. ഞങ്ങളുടെ സാറ് ചെറിയ രീതിയിലൊക്കെ ഒന്ന് സൂചന തന്നിരുന്നു. ഇത് അറ്റ്യൂൺമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ 21 ദിവസം വ്രതം പോലെ വേണം. അത് ഭയങ്കര നിർബന്ധമായിട്ടൊന്നും സാറ് പറഞ്ഞില്ല, പക്ഷെ അത് വേണം. നോൺ വെജ് ഉപേക്ഷിക്കുക എന്നത് മാത്രമല്ല, സാറ് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചിക്കനൊക്കെ ഹോർമോൺ കുത്തിവെച്ചിട്ടാണ് വരുന്നത്. അപ്പം നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഈ റെയ്ക്കി എനർജി, അത് ഈ ഹോർമോൺ, ദോഷകരമായിട്ടുള്ള ഹോർമോണിനെ എല്ലാം നീക്കം ചെയ്യാനായിട്ട്, അതുപോലെ മത്സ്യങ്ങളൊക്കെ ആണെങ്കിൽ എന്തെല്ലാം രീതിയിൽ ഒക്കെയാണ് നമ്മുടെ അടുത്ത് എത്തുന്നത്. അപ്പോൾ ആ വിഷാംശങ്ങളെല്ലാം നീക്കം ചെയ്യാനായിട്ടാണ് റെയ്ക്കി ഊർജം പ്രധാനമായിട്ടും ഉപയോഗപ്പെടുത്തുക എന്നാണ്. അതുകൊണ്ട് മാത്രമാണ് ഇത് ഒഴിവാക്കാനാണ് പറഞ്ഞത്. ഇത് മാത്രമല്ല കൂട്ടുകാരെ, ബ്രഹ്മചര്യം ഒന്നുണ്ട്. അതായത് ശബരിമലയ്ക്ക് പോകുന്നവർ 41 ദിവസം എങ്ങനെയാണോ കഠിനവ്രതം എടുക്കുന്നത് എന്നതുപോലെ 21 ദിവസത്തെ കഠിനവ്രതം തന്നെ വേണം. ഞാൻ അനുഭവം കൊണ്ടാണ് പറയുന്നത്. തർക്കിക്കാൻ ആര് വന്നാലും ചില കാര്യങ്ങൾ എനിക്ക് ഇവിടെ പരസ്യപ്പെടുത്താൻ പറ്റില്ല, ചില മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് കൊണ്ട് മാത്രം. പക്ഷേ നമ്മൾ ഇതെടുക്കുന്നവർ, റെയ്ക്കി ദീക്ഷ എടുക്കുന്നവർ ആരായാലും 21 ദിവസത്തെ നോമ്പ് തന്നെ, അതായത് കഠിനവ്രതം, നോൺ വെജ് ഉപേക്ഷിക്കുക, പിന്നെ ഇത് സെക്സ്, ഈ 3 കാര്യങ്ങളും കൂടി ഉണ്ടായാലാണ് അതിൻ്റെ പൂർണ്ണത ഉണ്ടാവുള്ളൂ. കാരണം ഇത് നമുക്ക് തന്നെ, നമ്മുടെ കുടുംബത്തിന് തന്നെ ദോഷമാകും. അനുഭവിച്ചറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഞാൻ എടുത്ത റെയ്ക്കി എൻ്റെ കുടുംബത്തിന് തന്നെ ഉപയോഗിക്കേണ്ടി വന്നു. അത് ഇന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ എന്തുകൊണ്ടെന്ന്.